ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പൊതുവെ കണ്ടുവന്നത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ആൻ്റോ ആൻ്റണിയുടെ വിജയം സുനിശ്ചിതമാണ്. പോളിംഗ് പെർസെൻറ്റേജിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു വിജയസാധ്യത കണക്കിലാക്കേണ്ടതെന്ന് ഞങ്ങളുടെ മുൻകാല അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ആൻ്റോ ആൻ്റണിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണിയുടെ അന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ് 65%. 1,12,000 വോട്ടിനാണ് ആൻ്റോ ആൻ്റണി കന്നി അംഗത്തിൽ പത്തനംതിട്ട പാർലമെൻറ്റിൽ വിജയിക്കുന്നത്. ഏതാണ്ട് അതിനോടടുത്ത സ്ഥിതി തന്നെയാണ് പോളിംഗ് പെർസെൻറ്റേജിൽ അതിൻ്റെ താഴെ വന്നെങ്കിൽ പോലും UDFന് വ്യക്തമായ മേൽക്കൈ പത്തനംതിട്ട പാർലമെൻറ്റിലും കേരളത്തിലുടനീളം ഒരു UDFന് അനുകൂലമായൊരു തരംഗം റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും അത് പ്രതിഫലിക്കും. UDFൻ്റെ വരുന്ന കണക്കനുസരിച്ച് ഞങ്ങളുടെ ഭൂരിപക്ഷം 1,00,000 വോട്ടിന് മുകളിൽ 50,000 വോട്ടിന് മുകളിൽ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF സ്ഥാനാർത്ഥി ആൻ്റോ ആൻ്റണി വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്, മണ്ഡല അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്ന കണക്ക്. അല്ല, കള്ളവോട്ടിനെ കുറിച്ച് ജില്ലാ ഭരണാധികാരിയുടെ മുമ്പിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കമ്മീഷന് മുമ്പിലും ഞങ്ങൾ ഇതിന് വളരെ മുമ്പ് തന്നെ പരാതികൾ കൊടുക്കുകയും, കാരണം വ്യാജ ID കാർഡ് അടിച്ച് കള്ളവോട്ടിന് വേണ്ടിയുള്ള സന്നാഹം CPM ജില്ലാ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യുന്നു, പത്തനംതിട്ട ഒരു ഹോട്ടലിൽ മീറ്റിംഗ് വിളിക്കുന്നു, ഒരു MLA അതിൽ പങ്കെടുക്കുന്നു. ഈ വിവരം ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഇത് അപ്പോൾ ഞങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളെയും ജില്ലാ ഭരണകൂടത്തെയും അറിയിച്ചത് കൂടാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ജില്ലയിലെ പോളിംഗിന് നിയോഗിച്ചവരുടെ ലിസ്റ്റ് പോലും പരസ്യപ്പെടുത്തി കൊടുത്ത് അതിനെ സഹായകരമാകുന്ന രീതിയിൽ എത്തിയപ്പോഴാണ് സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്നത്. ഇതൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ ജാഗ്രതയാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, കള്ളവോട്ടിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാനും നമുക്ക് കഴിഞ്ഞു. അതിനൊരു ചരിത്രമുണ്ട്. ജില്ലയിലെ സഹകരണ ബാങ്കുകളെല്ലാം വ്യാജ ID കാർഡ് അടിച്ച് അതിൽ കള്ളവോട്ട് ചെയ്ത് ഒരു തരക്കം ശ്രദ്ധിച്ച അല്ല പരിശീലനം ശ്രദ്ധിച്ച ഒരു വിഭാഗത്തെ ജില്ലയിലെ ഇടതുപക്ഷം വളർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കള്ളവോട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശക്തമായ നിലപാടും മുന്നറിയിപ്പും ഇലക്ഷൻ കമ്മീഷനും ഭരണകൂടത്തിനും നൽകിയതും ഞങ്ങളതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുടേതായ പൊളിറ്റിക്കൽ വർക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ല, കള്ളവോട്ട് അവരുടെ കൂടപ്പുറപ്പാണ്. ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കള്ളവോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിലെ പൊതുസഭ. പക്ഷെങ്കിൽ അതിനെ ശക്തമായും സംഘടിതമായും ചെയ്യുന്നത് പ്രതിരോധിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. NDA തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയേ ആകത്തില്ല. അത് കേവലം സ്ഥാനാർത്ഥി കാട്ടിക്കൂട്ടിയ ബഹളങ്ങൾ ഒഴിച്ചാൽ അടിസ്ഥാന BJP വോട്ടുകൾ പോളിംഗ് പെർസെൻറ്റേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 2,87,000 അടുത്ത് വോട്ട് സുരേന്ദ്രൻ പിടിച്ചപ്പോൾ 1.5 ലക്ഷം വോട്ടിൽ താഴെ മാത്രമേ അനിൽ ആൻ്റണിക്ക് പിടിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് തിരുവല്ലയുടെയും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൊക്കെ BJPക്ക് 7 കൗൺസിലർമാരുള്ള സ്ഥലമാണിതില്ല. ആ പ്രദേശത്തൊക്കെ പോളിംഗ് ബൂത്തുകളിലും അവിടെയൊക്കെ വളരെ വിരളമായി മാത്രമേ BJPയുടെ സാന്നിധ്യം ഞങ്ങൾ കണ്ടുള്ളൂ. അതിൽ BJPയുടെ ആളുകൾ ഈ സ്ഥാനാർത്ഥിയെ ഉൾക്കൊണ്ടിട്ടില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിലൊക്കെ ഉപരി BJPയുടെ ഒരു നിസ്സംഗതയാണ് ഞങ്ങൾ കണ്ടത്. പോളിംഗ് പെർസെൻറ്റേജിലെ കുറവിൽ മുഖ്യ പങ്ക് BJPയുടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അത് എല്ലാ സ്ഥലത്തും BJPയും CPM ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. നമ്മളെല്ലാം അറിഞ്ഞത് തിരുവനന്തപുരത്തായാലും ഇവൻ തൃശ്ശൂരാണെങ്കിലും ഒക്കെ വോട്ട് കച്ചവടത്തിന് ഇവർ എപ്പോഴും തയ്യാറാണ്. ഒരു സീറ്റിലെങ്കിലും BJPയെ ജയിപ്പിച്ചു കൊടുത്താൽ പകരം CPMന് മറ്റ് സ്ഥാനാർത്ഥികളിലൊക്കെ തിരിച്ചു വോട്ട് ചെയ്യും. ആ ഒരു കേരള വോട്ടൊക്കെ അവരുടെ അടുത്ത പ്രക്രിയ, അതിൻ്റെ വാർത്തകളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേവലം വോട്ടിന് വേണ്ടി മാത്രമല്ല, ഭരണം നിലനിർത്താനും അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാനും അന്വേഷണ ഏജൻസികളെ മുമ്പോട്ട് പോകാതിരിക്കാനും ഒക്കെയുള്ള വലിയ ഇടപെടലുകളാണ് EP ജയരാജൻ സംഭവത്തിൻ്റെ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുന്നത്. CPM പോലൊരു പാർട്ടി ഈ കാര്യത്തിൽ അടിയന്തരമായി ഒരു നടപടി എടുക്കുന്നില്ലെന്നുള്ളത് തന്നെ അതീവ ഗൗരവമായി കേരളം കാണേണ്ടതാണ്. CPM ഇവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നു. ഇത് EMSൻ്റെ കാലത്ത്, അച്യുതാനന്ദൻ്റെ കാലത്ത്, നായനാറുടെ കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ അപജയം ഉണ്ടായിട്ടില്ല. ഈ ആധുനിക പിണറായി ഘട്ടത്തിൻ്റെ ഭാഗം പിണറായിസത്തിൻ്റെ കാലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര ഇറോഷൻ, ഒരു മൂല്യത്തകർച്ച സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് EP ജയരാജനെ ഒരു പോറലേൽപ്പിക്കുന്ന വാക്ക് പോലും പറയുവാൻ CPM സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോയോ തയ്യാറാകുന്നില്ല. പത്തനംതിട്ടയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ചേരിയുടെ പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണ വിരുദ്ധ വികാരം, മോദി സർക്കാരിനെതിരെ താഴെ ഇറക്കുവാനുള്ള ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഇന്റർനാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും കേരളത്തിലെ UDFനും അനുകൂലമാണ്. അതുകൊണ്ട് ആൻ്റോ ആൻ്റണിയുടെ വിജയം സുനിശ്ചിതമാണെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു സഭാ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായ ആരെങ്കിലും പിന്തുണച്ച് കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ ആരുടെയെങ്കിലും ആസ്ഥാനത്തോ അവരുടെ പിതാക്കന്മാരുടെ അടുത്തോ ചെന്ന് ഒരു പ്രകടന പത്രികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാംലെറ്റോ അവരത് പ്രകാശനം ചെയ്തതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കത്തില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാകെ ആശങ്കാകുലരാണ്. ഒരു സഭയ്ക്കും ഒരു സമുദായത്തിനും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കാൻ കഴിയുകയില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കേരളത്തിലെ ആ പോളറൈസേഷനൊക്കെ UDFന് അനുകൂലമായിട്ടാണ് വരുന്നത്.